കാഞ്ചന ഗംഗോത്രി ഭാഗം 63. പാർവതിയമ്മ അവരെ കണ്ട് ഞെട്ടിപ്പോയി. ഒപ്പം രാഘവനും. ഇവൻ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജായോ? ആരും പറയാതെ തന്നെ അവർ അവിടെ ഉണ്ടായിരുന്ന കസേരകളിലിരുന്നു. ഗംഗയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്ക് അവളുടെ ഉള്ളിലുള്ള ഭാവം എന്താണെന്ന് മനസ്സിലായിരുന്നു. എന്തിനാ നിങ്ങളിങ്ങോട്ട് വന്നത്? ഇവിടെ ആരെ കാണാൻ വന്നതാ? അതോ വീട് മാറിപ്പോയോ? അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങളുടെ വീടാ, വന്ന വഴിയെ പുറത്തേക്ക് വയ്ക്കൂ, പാർവതി അവരോട് പറഞ്ഞു. ഗംഗ അപ്പോഴും അവളുടെ മടിയിൽ തല വെച്ച് കിടക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ ഒരു റുബിക്സ് ക്യൂബ് ഉണ്ടായിരുന്നു. അമ്മേ, രാമചന്ദ്രനും രവിയും പാർവതിയെ നോക്കി വിളിച്ചു. പാർവതി മുഖമുയർത്തി നോക്കിയതേയില്ല. ആരുടെ അമ്മ? രാഘവൻ ചോദിച്ചു. ഞങ്ങളുടെ അമ്മ, ഞങ്ങളെ പ്രസവിച്ച അമ്മ. ഞങ്ങളുടെ അമ്മയെ മറ്റാർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അമ്മയെ സ്നേഹിച്ച് മതിയായില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അമ്മയുടെ കൂടെ താമസിക്കണം, രാമചന്ദ്രൻ പറഞ്ഞു. ആഹാ, അമ്മ മാത്രമേ നിങ്ങൾക്കുള്ളൂ? അച്ഛനില്ലേ? അതോ അച്ഛൻ്റെ പേരിൽ സ്വത്തുക്കളില്ലാത്തത് കൊണ്ടാ? വിഷ്ണു ചിരിയോടെ ചോദിച്ചു. പെട്ടെന്ന് അവരുടെ മുഖം ഒന്ന് വിളറി. ജലജയും രേവതിയും പാർവതിയുടെ അരികിലേക്ക് വന്നു. പിന്നെ അവരുടെ കാൽച്ചുവട്ടിലിരുന്നു. അമ്മ, ഞങ്ങളോട് പൊറുക്കണം. അമ്മയോട് ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹമായിരുന്നു. പക്ഷെ അമ്മ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ഞങ്ങൾ അമ്മയുടെ സ്വന്തം മകളല്ലല്ലോ. അത്രയും പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. കാർത്തിയേട്ടാ, നമുക്കിവർക്ക് ഏത് അവാർഡാണ് കൊടുക്കാൻ പറ്റുന്നേ? കാഞ്ചന ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു. അമ്മ നിങ്ങളുടെ കൂടെ താമസിച്ചാൽ നിങ്ങൾക്ക് നാണക്കേടാവില്ലേ? അമ്മയുടെ മുറിയിൽ ആരോ വന്നതായി ആരോ പറയുന്നത് കേട്ടു, ഗംഗ ചോദിച്ചു. അയ്യോ, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ആ സമയം ഞങ്ങളുടെ വീട്ടിൽ കള്ളൻ കയറി. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. കള്ളൻ അമ്മയുടെ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ അമ്മയെ വല്ലതും ചെയ്യുമോ എന്ന് ഭയന്നാ ഞാൻ ആളുകളെ വിളിച്ചത്. പക്ഷേ അവരങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ജലജ പറഞ്ഞു. അപ്പോൾ ജലജയ്ക്ക് അതറിയാമായിരുന്നോ? അപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നോ? അതായത് ഈ രാമചന്ദ്രനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പെട്ടെന്ന് കേട്ടപ്പോൾ ആരാണ് എന്ന് വിചാരിച്ച് കാണുമല്ലോ. എന്തായാലും അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മനസ്സിൽ തോന്നിയല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. ഗംഗ അത് പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ ഒന്നും മനസ്സിലാവാതെ ജലജയെ നോക്കി. അവളുടെ മുഖം വിളറിയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു അമ്മയെയും അപ്പയെയും ഇറക്കി വിട്ടത്? കള്ളം കയറിയതിന് അമ്മ എന്തു പിഴച്ചു? കാഞ്ചന ചോദിച്ചു. അമ്മയെ വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നതായിരുന്നു അവളുടെ ഉള്ളിലെ ഭയം. അത് മനസ്സിലാക്കി വിഷ്ണു അവളെ നോക്കി കണ്ണുകൾ അടച്ച് കാണിച്ചു. ആരാ ഈ പ്രവീൺ? ഗംഗ ജലജയോട് ചോദിച്ചു. ജലജ ഞെട്ടലോടെ അവളെ നോക്കി. എനിക്കറിയില്ല. പ്രവീൺ എന്ന് പറഞ്ഞൊരുത്തനാണ് അന്ന് അമ്മയുടെ മുറിയിൽ വന്നത്. അവന് ജലജയെ അറിയാം. അവനെന്തായാലും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ജലജയ്ക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഗംഗ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ ലാപ്ടോപ്പ് കയ്യിലെടുത്തു. പിന്നെ അതിൽ നിന്ന് ഓപ്പൺ ചെയ്തൊരു ഫോൾഡർ കാണിച്ചു. അതിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഉണ്ടായിരുന്നു. ഫോട്ടോസ് മാത്രം ഗംഗ ഓപ്പൺ ചെയ്തു. ജലജയും പ്രവീണും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചുമൊക്കെ നിൽക്കുന്ന ഫോട്ടോസ്. ജലജ ഐസ് പോലെ മരവിച്ച് നിൽക്കുകയാണ്. ഇനിയുള്ളത് ഒരു വീഡിയോ ആണ്. ബ്ലൂ ഫിലിം കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് രാമചന്ദ്രന് മാത്രം ഇത് കാണാം. ആ മുറിയിൽ പോയി കണ്ടോളൂ. രാമചന്ദ്രൻ അതും എടുത്തുകൊണ്ട് ആ മുറിയിലേക്ക് പോയി. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ജലജ കല്ലുപോലെ അവിടെ നിൽക്കുകയാണ്. തൻ്റെ മേലുള്ള പാപഭാരം എത്ര എളുപ്പത്തിലാണ് തൻ്റെ മോൾ മാറ്റിയത് എന്ന് പാർവതി മനസ്സിലോർത്തു. എന്നിട്ട് നന്ദിയോടെ ഗംഗയെ നോക്കി. രാമചന്ദ്രൻ വിറയലോടെയാണ് പ്ലേ ബട്ടണിൽ ഞെക്കിയത്. ജലജയുടെ മുഖം അതിൽ തെളിഞ്ഞു വന്നു. ശൃംഗാരച്ചുവയോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി. നീ എപ്പോഴാണ് വരുന്നത്? എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നു. ആ കാലമാടൻ ഇവിടെ ഇല്ല. അവനിന്ന് വരില്ല. നീ ഇങ്ങോട്ട് വരാമോ? ആ തള്ള കിടന്നുറങ്ങി. പിന്നെ കാണിക്കുന്നത് അവൾ ക്യാമറയിൽ നോക്കി വസ്ത്രങ്ങൾ അഴിക്കുന്നതാണ്. രാമചന്ദ്രൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അതിലേക്ക് വീണ്ടും നോക്കാൻ ശക്തിയില്ലാത്തതുപോലെ അയാൾ പുറത്തേക്ക് ഇറങ്ങി. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കും രാമചന്ദ്ര, കാർത്തി പറഞ്ഞു. രാമചന്ദ്രൻ തീ പാർന്ന കണ്ണുകളോടെ ജലജയെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി.
പിന്നാലെ രാമചന്ദ്രൻ പോകാൻ തുടങ്ങിയപ്പോൾ ഗംഗ അയാളെ വിളിച്ചു. രാമചന്ദ്ര, നിങ്ങൾക്ക് അമ്മയെയും അച്ഛനെയും കാണണമെന്ന് തോന്നിയാൽ വരാം, കാണാം, പോകാം. അത് മാസത്തിലൊരിക്കൽ മാത്രം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. വരുന്നതിന് മുമ്പ് വിളിച്ചവരുടെ അനുവാദം വാങ്ങിയിരിക്കണം. പിന്നെ ഈ വില്ല അമ്മയുടെ പേരിൽ മാത്രമല്ല, അച്ഛൻ്റെയും കൂടി പേരിലാണ്. അവരുടെ കാലശേഷം ഇത് വിഷ്ണുവേട്ടനും കാഞ്ചനയ്ക്കുമുണ്ടാകുന്ന കുഞ്ഞിൻ്റെ പേരിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ചില്ലി പൈസ പോലും ഇതിൽ നിന്ന് കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് അമ്മയെ സ്നേഹിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഗംഗ പറഞ്ഞു. കാഞ്ചന അതിശയത്തോടെ അവളെ നോക്കി. ഒരു ബന്ധവുമില്ലാത്ത തനിക്ക് വേണ്ടി. അതോർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കേട്ട് രേവതി അവരുടെ പിന്നാലെ എഴുന്നേറ്റ് പോയി. രവി ദയനീയമായി അമ്മയെ നോക്കി. പിന്നെ ഭാര്യയുടെ പിന്നാലെ അയാളും പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും സംസാരിച്ചിരുന്നു. രാവിലെ കാർത്തിയും ഗംഗയും അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. കറുത്തമ്മയും ജാവേദുമുള്ള സ്ഥലത്തേക്കാണ് അവൾ പോയത്. കറുത്തമ്മ അവനെ പരിചരിക്കുന്നുണ്ടായിരുന്നു. ഗംഗയെ കണ്ടപ്പോൾ അവരുടെ മുഖം വലിഞ്ഞു മുറുകി. നീ അധികം നെകളിക്കണ്ട, എനിക്കൊരു മകൻ കൂടിയുണ്ട്, അവൻ വിവരമറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഈ സ്ഥിതിയിലാക്കിയ നിന്നെ ഒരു പേപ്പട്ടിയെപ്പോലെ അവൻ തല്ലിച്ചതയ്ക്കും. ബാക്കി കാര്യങ്ങൾ അവൻ തീരുമാനിക്കും. കറുത്തമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് പൊട്ടക്കിണറ്റിലെ തവളയാണ് ഓർമ്മ വന്നത്. രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. ഗംഗ വേഗം ഫോണെടുത്ത് തമ്പിയെ വിളിച്ചു. അവൾ ജിബ്രാനെ പറ്റിയാണ് അന്വേഷിച്ചത്. മാഡം, അവൻ മുംബൈയിലെ ഒരു വലിയ ഗുണ്ടയാണ്. അവൻ്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ അഭ്യാസമുറകളും പഠിച്ചവൻ. അവൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ആരാണെന്നറിയാമോ? ഗായത്രി. അവിടെ ചുവന്ന തെരുവിലെ ഖദീജയുടെ ആളുകളും അവൻ്റെ കീഴിലാണ്. ഇപ്പോൾ അവിടെ ഗായത്രിയുടെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ചേർന്നാണ് യുദ്ധത്തിനൊരുങ്ങുന്നത്. തുടരും.